സംഘികളുടെ ബാലഗോകുലത്തിനകത്ത് നടക്കുന്ന ക്രയവിക്രയം എന്താണെന്നതിൻ്റെ തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. അധികം ചാനലിലൊന്നും വാർത്ത വരാൻ സാധ്യതയില്ല. കാര്യം ബാലഗോകുലം ഫാൻസുകാരായിട്ടുള്ള സംഘപരിവാറുകാരെ കൊണ്ട് നിറച്ചിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്ന് അത്തരം വാർത്തകളെല്ലാം എപ്പോഴും മാറ്റിവെക്കപ്പെടും. കാര്യം അത് ബാലഗോകുലമല്ല, ബലാത്സംഗ ഗോകുലമെന്ന് പറയാൻ നാവ് പൊന്തത്തില്ല. എന്തായാലും യദു കൃഷ്ണൻ എന്ന ഒരു സംഘി ബാലഗോകുലത്തിലേക്ക് അയച്ച കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുകയാണ്. പീഡന വാർത്ത വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടില്ല. കാര്യം ഇതൊക്കെ വിശുദ്ധ പീഡനമാണ്. ഇതൊക്കെ ചിലർക്ക് ചെയ്യാവുന്നതാണ്. അതിനെയൊക്കെ നമ്മൾ പൊതിഞ്ഞു പിടിക്കേണ്ടതാണ്. ഒരു കുഞ്ഞു സംഘിയാണ്, യദു കൃഷ്ണ എന്ന പേര്. ഇദ്ദേഹത്തെയാണ് പോക്സോ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ബാലഗോകുലത്തിൻ്റെ കോട്ടയം കുമാരനെല്ലൂർ മേഖലാ കമ്മിറ്റി അംഗമാണ് ഈ മഹാൻ. ഇദ്ദേഹമാണ് ബാലഗോകുലത്തിലേക്ക് അയച്ച ഒരു കുട്ടിയെ പ്രലോഭിപ്പിച്ചുകൊണ്ടുപോയി വാടക വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചത്. പീഡന വാർത്തയെ സംബന്ധിച്ച് കുട്ടിയുടെ സ്വഭാവത്തിൽ നിന്ന് വീട്ടുകാർ തിരിച്ചറിഞ്ഞു. പരാതിപ്പെട്ടപ്പോഴാണ് ബാലഗോകുലത്തിനകത്ത് നടക്കുന്ന ക്രയവിക്രയങ്ങൾ എന്താണെന്ന് പുറത്തേക്ക് വരുന്നത്. സാധാരണഗതിയിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തിളച്ചു മറിയാറുള്ള കുലപുരുഷന്മാർക്കും കുലസ്ത്രീകൾക്കും ഈ പീഡനം അത്രത്തോളം പൊള്ളിച്ചിട്ടില്ല, വേദനിച്ചിട്ടില്ല. ആ ബലാത്സംഗ ഗോകുലത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ ഏത് തരം മനോഭാവക്കാരാണെന്നും കയ്യിലിരിപ്പ് എന്താണെന്നും എന്നതിൻ്റെ ഉദാഹരണമാണിത്. കേരളത്തിലെ മാധ്യമങ്ങളെ നമ്മൾ വീണ്ടും അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാര്യം നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. യദു കൃഷ്ണന്റെ ഫോട്ടോ പരമാവധി നാട്ടുകാരിലേക്ക് എത്താതെ അതിനെ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. സംഘികൾ ബാലഗോകുലത്തിലൂടെ ചെറുതിലെ മുതൽ വിശ്വാസവും ആചാരവും വേദവും ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് ഇവർ ഉൾക്കൊള്ളുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അവിടെ കാമശാസ്ത്രമാണോ പഠിപ്പിക്കുന്നത് എന്ന സംശയം കൂടി ബലപ്പെടുകയാണ്. ഇത്തരം പീഡന വാർത്തകൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വിശുദ്ധിയുടെ പാക്കിങ്ങിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഹിന്ദു ആചാരങ്ങൾ മധുരം പുരട്ടിയ പോളിഷ്ഡ് ഭാഷയിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനകത്തുള്ളവന്മാരുടെ മനോഭാവവും സ്വഭാവ രീതിയും എന്താണെന്ന് ഈ യദു കൃഷ്ണൻ തെളിയിക്കുന്നുണ്ട്. യദു കൃഷ്ണൻ്റെ പീഡന കഥകൾ മാധ്യമങ്ങൾ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ബാലഗോകുലത്തിലേക്ക് വന്ന കുട്ടിയെ പ്രലോഭിപ്പിച്ച് ബൈക്ക് കയറ്റി സ്വന്തം വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹം വേദവും ആചാരവും പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഇപ്പോൾ കുട്ടിയുടെ വീട്ടുകാർ പരാതിപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ബാലഗോകുലത്തിലേക്ക് അയച്ചാലുള്ള അവസ്ഥയെന്ന് വീട്ടുകാർ തിരിച്ചറിയണം. പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ അല്ലെങ്കിൽ മക്കളെ നേർവഴിക്ക് നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശമെന്ന് യദു കൃഷ്ണൻ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരികയാണ്. ഏതെങ്കിലും ഉസ്താക്കന്മാരുടെ വാർത്ത കാണുമ്പോൾ കുരു പൊട്ടിയാൽ മാത്രം പോരാ, ബാലഗോകുലത്തിനകത്തുള്ളവരുടെ ഞരമ്പ് രോഗം കൂടി അതിനകത്തുള്ളവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്.